ഇല്ല ഇല്ല ഇങ്ങോട്ട് വരും. അത്രയും ഹാപ്പി അടച്ചാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിലും അച്ഛനേക്കാളും ഉപരി രണ്ടുപേരും ഒരേപോലെ എന്ന് പറയാം. ഞാനും ഇന്നലെ നിങ്ങൾ കണ്ട് എന്തായാലും സന്തോഷിച്ചു. കാരണം ഇന്ന് ഭയങ്കര ഹാപ്പി വ്ളോഗാണ്. ഒരാള് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്റെ ആമിച്ചിന്റെ എക്സ്പ്രഷൻ ആണ്. ക്ലൂ തന്നാണ്, ഇപ്പൊ തന്നെ കമന്റ് ചെയ്തു എന്താണ് സർപ്രൈസ് എന്ന്. എന്റെ ആമിച്ചിന്റെ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും വെയിറ്റ് ചെയ്യുന്നത്. ഇതാരും എല്ലാവരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ ദിവസമായി കണ്ടിട്ട്. നമ്മള് എല്ലാവർക്കും അറിയാമല്ലോ തിരക്കാണെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള തിരക്കും ഓട്ടവും കട അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഭയങ്കര സന്തോഷത്തോടെ പോകുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ഇത്തിരി പയ്യെ പറയാം കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് മാത്രമല്ല സർപ്രൈസ്, ഇവിടെ ചിറ്റാമ്മയ്ക്ക്, അമ്മയ്ക്ക്, അച്ഛയ്ക്ക്, ഇൻക്ലൂഡിങ് നമ്മുടെ കുട്ടുമണീസ് ലച്ചുവിനും ആമിച്ചനും. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആണ് കേട്ടോ. കാരണം ഇത് ഞങ്ങൾക്ക് 3-4 ആൾക്ക് അറിയത്തുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പം നമ്മൾ ഇന്ന് ഒരു യാത്ര പോവാണ്. നമ്മൾ ഏകദേശം തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാവും, നല്ല രാത്രിയാവും കേട്ടോ. അപ്പൊ അതുവരെയുള്ള ഒരു കംപ്ലീറ്റ് ജേർണിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മുടെ കൂടെ പോയി ട്രാവൽ ചെയ്ത് നിങ്ങൾ സർപ്രൈസ് ആയി തിരിച്ചു വന്ന് നമ്മൾ എല്ലാവർക്കും കൂടി ഇവർക്ക് സർപ്രൈസ് കൊടുത്തായിരിക്കും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആവുന്നത്. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു. ചെറിയ ചെറിയ പനികളൊക്കെ വന്ന് അങ്ങനെ പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം അക്ഷയ എന്ന് പറയുന്ന നമ്മുടെ വീഡിയോ കാണുന്ന മോള് കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടു കേട്ടോ, ഞാൻ കണ്ടായിരുന്നു. അക്ഷയ ആൻറ്റി, ചേട്ടാ എന്നെ അപ്പുറത്തും വീഡിയോ ഇല്ല, അതായത് നമ്മളുണ്ട് ജീവിച്ചിരുന്നുള്ള തെളിവാണ്. നമ്മൾ പറ്റിയെടുത്തേക്കിന്റെ വീഡിയോസ് അപ്പുറത്ത് ഇടുന്നു, അല്ലെങ്കിൽ വേറെ വീഡിയോസ് ഒന്നും ഇപ്പുറത്തില്ലല്ലോ നമുക്ക്. അപ്പൊ നമ്മളുണ്ടല്ലോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നു മാത്രം എല്ലാവർക്കും അറിയണം. അത്ര നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം കമന്റ് ഇന്നലെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇന്നലെ നൈറ്റ് രാത്രി വന്ന് 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കണ്ടത് അത്. അപ്പൊ അതുകൊണ്ട് റിപ്ലൈ ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ലൈവായിട്ട് റിപ്ലൈ പറയണമെന്ന് തോന്നി. ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങൾ അവിടെ 2 ദിവസം വീഡിയോ ഇടാതെ വന്നപ്പോഴത്തേക്കും അന്വേഷണം വന്നു. എവിടെയാ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അവിടെ വീഡിയോ ഇടാഞ്ഞേ. അതായത് ആൻഡ്രോയിഡ് കുഞ്ചപ്പനിൽ മറ്റേ വീഡിയോസ് ഇടുന്നില്ല, 2-3 ദിവസമായിട്ട് ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ സമ്മതിച്ചിട്ടില്ല വീഡിയോസ് ഇടാൻ വേണ്ടി. കാരണം നല്ല ഓട്ടമായിരുന്നു. പാക്കിങ് നൈറ്റ് 4 മണിക്ക് 3 മണിക്കൊക്കെയാണ് വീട്ടിലെത്തുന്നത്. ഉറക്കമെന്ന് പറയുന്ന ഒരു ലെവലേശം ഇല്ലായിരുന്നു. ഇന്നലെ നല്ലപോലെ ഉറങ്ങി കേട്ടോ. കാരണം ഉറങ്ങിന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നത്തെ ഈ ദിവസം എന്താവും ആ ഒരു എക്സൈറ്റ്മെന്റിൽ കാര്യങ്ങളിലായതുകൊണ്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റില്ലെങ്കിലും പിടിച്ച് ഉറങ്ങുന്ന പറഞ്ഞ് കണ്ണൊക്കെ അങ്ങ് മൂടി വെച്ചിട്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ പകൽ കുറച്ചു നേരം കൂടെ ഉറങ്ങി. കാരണം ഇന്ന് എനിക്ക് വാഴൂർ ഒരു മറ്റേണിറ്റി കിറ്റ് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണർകാട് ഒരു മറ്റേണിറ്റി കിറ്റ് കൊടുക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ അതിനുശേഷം വേണം നമുക്ക് നേരെ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് കേട്ടോ. അതങ്ങ് തുടക്കത്തിലേ പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. യെസ്, അപ്പൊ പറയണ്ടല്ലോ, ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ, അങ്ങനെ സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, അമ്പിളി ചേച്ചിയുടെ വീട് പണി ഈ ആഴ്ച തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അതെല്ലാം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള അവൈലബിലിറ്റി എല്ലാം റെഡിയായി ഇപ്പോഴാണ് ഒരു സെറ്റിലോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഇനി പോയി നിൽക്കണം. നമുക്ക് ഇത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇരുന്നാണെങ്കിലും മറ്റേ ടിക്കറ്റ് നോക്കണം കുറച്ച് ദിവസത്തേക്ക്. ആ ഒരു രീതിക്ക് എല്ലാം സെറ്റാക്കി ഈ ആഴ്ച തന്നെ വീട് പണിയുടെ കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മൾ തുടങ്ങി. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് എല്ലാം ചെയ്യാനായിട്ടുള്ള പരിപാടിയെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ മഴയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ മേസ്ത്രിയുടെ അവൈലബിലിറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട്. വണ്ടി കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അളിയനെ ഫ്രീ ആക്കിയിട്ടുണ്ട്. അളിയനും ജോലിക്ക് പോകണ്ടായിരുന്നു. ഇനി അളിയൻ ജോലിക്ക് ഉടനെ ഒന്നും പോകണ്ട, നമുക്ക് അടുത്ത കാര്യങ്ങളെല്ലാം റെഡി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. നമ്മുടെ പല അച്ചീവ്മെന്റ്സും ഇപ്പൊ ഡയറക്ട്ലി വന്ന് പറയാതിരിക്കുന്നതാണ് വീഡിയോയിൽ. ഇപ്പം കുഞ്ചൂസ് വലിയൊരു അച്ചീവ്മെന്റ് തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. സ്വന്തം പൈസ കൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു, അത് നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഷോർട്സ് എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഇടാം കേട്ടോ, ടൈം ആകുമ്പോൾ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇത് കുഞ്ചപ്പന്റെ പുതിയ ഡ്രസ്സ് കേട്ടോ. മറ്റേ ഡ്രസ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലൂ കേട്ടോ. ഞാൻ എടുത്ത് കാണിക്കാം. യെസ്, ഓക്കെ. അപ്പം ഇതിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഇവിടെ ചിറ്റാമ്മ മാത്രമേ ഉള്ളൂ ആക്ച്വലി വീട്ടിൽ. ചിറ്റാമ്മയ്ക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ട്.
പക്ഷെ എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കും. അതുകൊണ്ട് നമ്മൾ പയ്യാണ് സംസാരിക്കുന്നത്, ഇതൊന്നും കേൾക്കുന്നില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുമില്ല ഒന്നും, ഇൻ കേസ് കേട്ടാലോ എന്ന് ഓർത്തിട്ടാണ് അത് പറയാത്തത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചിറ്റാമ്മയുടെ സർജറി ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഓർ അതിന്റെ നെക്സ്റ്റ് വീക്ക് പൈസ റെഡി ആവുന്ന അനുസരിച്ച് കേട്ടോ, ഒത്തിരി വലിയ എമൗണ്ട് ആവും. നമ്മള് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ അവർ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചു. ജില്ലയിൽ കാണിച്ചു, ജില്ലയിലാണ് ആദ്യം കാണിച്ചത്. അപ്പം ഭയങ്കര റിസ്ക് ആന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറി മാറി പോവുമായിരുന്നു. പിന്നെ നമ്മൾ ചിറ്റാമ്മയ്ക്ക് ഇപ്പോൾ പെയിൻ ഭയങ്കര കൂടുതലാണ്. ഇനി സർജറി ചെയ്യാതിരിക്കാൻ ഒരു വഴിയില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുവാണ്. ഇത്തിരി എമൗണ്ട് ആവും, നല്ല എമൗണ്ട് ആവും. പക്ഷെ അത് അതെ, അപ്പം അതുകൊണ്ട് നമ്മളൊരു 2 വീക്സിലേക്ക് ആ എമൗണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് കിട്ടുന്ന ആ റെഡി ആവുന്ന അന്നേരം നമ്മൾ പോയി സർജറി ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി റിസ്ക് എടുക്കാനോ ഇവിടെ പോയി റിസ്ക് എടുക്കാനോ ഒന്നും വയ്യ. ചിറ്റാവുമ്പോൾ ഹാപ്പിയോടെ ഇരിക്കണം, വേദന ഒന്ന് മാറി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നെക്സ്റ്റ് വീക്ക് എല്ലാം പെട്ടെന്നായിരിക്കും. അമ്പിളി ചേച്ചിയുടെ വീട് പണി, അതേപോലെ ചിറ്റാമ്മയുടെ സർജറി എല്ലാം പെട്ടെന്നായിരിക്കും. ഓക്കെ, എല്ലാം നിങ്ങളുടെ എല്ലാ ജേർണിയിലും നിങ്ങൾ ഉണ്ടാവും കേട്ടോ കൂടെ. കാരണം അമ്പിളി ചേച്ചിയുടെ വീടിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് അവർക്ക് ബാക്കിയെല്ലാം പൂർത്തിയാക്കാനായിട്ട് സാധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിപ്പോ കുറെ മാസങ്ങളായി സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ പെൻഡിങ് ആയിട്ടിരിക്കുന്നു. ഒരു 3-4 മാസം മഴ കാരണം ഒരു പണി നടക്കാതെ പോയി. പിന്നെ മെസ്സേജ് അവൈലബിലിറ്റി കുറവ്. പിന്നെ എനിക്കും ക്രിസ്മസ് കഴിയാതെ ഡയറക്റ്റ് അവിടെ പോയി കുറെ ദിവസം നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴും നിൽക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല, എങ്കിൽ പോലും നമുക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടും അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് അതും ഉടനെ തന്നെ, അതായത് ഈ വീക്കിനുള്ളിൽ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഞാൻ പറഞ്ഞു വായിപ്പിക്കുന്നില്ല. ഇവര് എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ തുള്ളി നിൽക്കുന്നത് അത്രയും ഹാപ്പി ആയതല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിലും അച്ഛനേക്കാളും ഉപരി രണ്ടുപേരും ഒരേപോലെ എന്ന് പറയാം. ഞാൻ അച്ഛൻ പറഞ്ഞു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു അച്ഛനും ഉണ്ടോ, അപ്പൊ എനിക്കത് കേട്ടപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ അത്ര അടുത്തറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താന്നുള്ളത്. അപ്പൊ നമുക്കത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിലും വലിയ സന്തോഷിച്ചത്. അതുകൊണ്ട് എനിക്ക് സംസാരിച്ച ഇതുപോലെ സംസാരിക്കാൻ കടയിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഒന്നും അല്ല, പക്ഷെ നമ്മുടെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മള് പോകുന്നത്. ഒത്തിരി നിങ്ങൾ കണ്ട് എന്തായാലും സന്തോഷിച്ചു. കാരണം ഇന്ന് ഭയങ്കര ഹാപ്പി വ്ളോഗാണ്. ഒരുപാട് ഇങ്ങനെ പറയുന്നത് കാര്യമില്ലല്ലോ. നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ കുഞ്ചീസ് നേടിയ അച്ചീവ്മെന്റ് എന്താണ് നെക്സ്റ്റ് ഷോർട്സ്, അതായത് നെക്സ്റ്റ് 2-3 ഷോർട്സിൽ വരും കേട്ടോ. അത് നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ എടുത്തു വെച്ചു. അതൊന്ന് എന്നെ ഇടാഞ്ഞെന്ന് വെച്ചാല് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ദൈവം ഇനി ഇങ്ങനെ നമ്മളെ തിരക്കിലൂടെ ഓടിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവണം. നമുക്ക് ഇനി വൈകിപ്പിക്കുന്നില്ല, കാരണം മറ്റേ ടിക്കറ്റ് അവിടെ കൊണ്ടു ചെന്നില്ല. വാഴൂര്, മണർകാട്, നേരെ നമ്മള് പെരുമ്പാവൂരല്ലേ ഇവിടെ എയർപോർട്ടില്, എറണാകുളം എയർപോർട്ട്. അങ്കമാലി ഒന്നും പോകണ്ട, പൊടി അങ്കമാലിക്ക് ഇപ്പറ നെടുമ്പാശ്ശേരി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. യെസ്, പിള്ളേര് പ്രത്യേകിച്ച് എന്റെ ആമിച്ചിന്റെ എക്സ്പ്രഷൻ ആണ് ക്ലൂ തന്നതാണ്. ഇപ്പൊ തന്നെ കമന്റ് ചെയ്തു എന്താണ് സർപ്രൈസ് എന്ന്. എന്റെ ആമിച്ചിന്റെ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും വെയിറ്റ് ചെയ്യുന്നത്. ലക്ഷ്മണിക്ക് അത്രയും ഒരു എക്സ്പ്രഷൻ വരാൻ ചാൻസ് ഇല്ല. എന്റെ ആമിച്ചന്റെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും ഉണ്ട്, എക്സ്പെഷ്യലി ആമിച്ചന്റെ കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോ പോവാം. നമ്മളിപ്പോ ഉള്ളത് വാഴൂരാട്ടോ. അത് വീടിനടുത്ത് എത്താറായി. ലിയ എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചി ഹസ്ബൻഡിനോട് വീഡിയോ കോൾ ത്രൂ എടുത്ത മറ്റേ ടിക്കറ്റ് ആണ്. ഷോപ്പിംഗ് ഏകദേശം 24 കിലോമീറ്റർ. നമുക്ക് ഇന്നിപ്പോ ഈ ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്നാ കൊണ്ടുതരാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് മണർകാടിലും കൊടുത്തു കേട്ടോ. ഇത് മോബിന് എന്ന് പറഞ്ഞ ചേച്ചിയെ നാത്തന് വേണ്ടി മേടിച്ച കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എവിടെയും ഇട്ട് വണ്ടി തിരിക്കണം. സ്ഥലമില്ല, റബ്ബറും കാടാണ് മൊത്തം. അല്ലേ, ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുന്നവരുമാണ് കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം അറിയുന്നവരെക്കാളും കൂടുതൽ അല്ലാതെ
പക്ഷെ സംസാരിച്ച് നല്ല നമ്മളോട് ഭയങ്കര നല്ല സ്നേഹമാണ്. ഇവിടെ വീട്ടിലിട്ടിരിക്കാം. അല്ല നേരെ വെച്ചിട്ട് ആ റോഡിൽ തന്നെ ഇരുന്നിരിക്കാം. ഇറങ്ങി വന്നിട്ട് എല്ലാം തെറിയും വിളിച്ചാലോ അറിയാൻ പറ്റില്ല. ഞങ്ങള് മൂവാറ്റുപുഴ എത്തി കേട്ടോ. ഇവിടെ എത്തിയിട്ടാണ് കഴിക്കുന്നത്. രാവിലെ കഴിച്ചതിന് ശേഷം കേട്ടോ. ഒരാള് വണ്ടിയിൽ കയറിയിട്ട് നല്ല ഉറക്കം. ഇനി ഏകദേശം 1 മണിക്കൂറുണ്ട് അല്ലേ? 1 മണിക്കൂറാണ്. മൂവാറ്റുപുഴ നിൽക്കുന്നത്. കഴിക്കാം. അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൽ എത്തി. ജലദോഷം തണുപ്പടിച്ചിട്ട് തണുപ്പൊന്നും പറ്റത്തില്ല. എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം അല്ലേ? ഒരാള് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ. എന്താ അവിടെ പുറകെയല്ലേ പുറകെയായിരുന്നു. ഞാൻ പറഞ്ഞ അവളാണ്. ഇതാരും അയ്യേ ഇല്ല ഇങ്ങോട്ട് വരും. എന്റെ അമ്മോ. ഇവിടെ വരുമ്പോ ഇവളുമായിട്ട് ഭയങ്കര ഇതായതായിരുന്നു. പിടിച്ചിട്ടില്ല? ഇല്ല, പിടിച്ചു. അമ്മയ്ക്ക് ആവശ്യം പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നേ ഇല്ലെന്ന്. അമ്മോള് പോയി രസമാണ്. ശരിക്കും വാങ്ങിച്ചിട്ട് പോവാന്ന്.
വാച്ചിട്ട് കൊറേ ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇനിയും പെട്ടി കയറി പോകാൻ പറ്റത്തില്ലെന്ന്. പെട്ടി കയറി അമ്മ കണ്ട് വേറെ ഇത് കേട്ടാം. ആ പെട്ടില് കേട്ടാ അവിടെ വരെ ഇത് ചെയ്താൽ മതി. ഞങ്ങൾ എന്നിട്ട് പെട്ടെന്ന് എടുത്തോളാം. അവിടെ നിന്നാണെങ്കിൽ എടുത്തോളാം. തിരിയുന്നു ഞാൻ കൊടുത്തു. അവിടെ കൊടുത്തു വീട് ഞങ്ങൾ അവിടെ തന്നെ വരും. പേടിക്കണ്ട. നിങ്ങൾ അവിടെ ഇതിൽ വരും. അവിടെ നോക്കിയാൽ ഞങ്ങളെ കാണാം. അവിടെ കാണും ഞങ്ങൾ. അത്യാവശ്യം എടുത്താൽ മതിയെ. ഒന്നുമില്ല. മോനെ വേറെ പെട്ടി ഇവിടുന്ന് എടുക്കും. ഇതിലെടുക്കും കേട്ടോ. ഇതിലെടുക്കും. ഇത് ഇവിടെ നിന്ന് കാണാം. സ്റ്റാർട്ട് കൊടുക്കും. ഇവിടെ നിന്ന് കാണാം. ബാബാ രണ്ടി പൊക്കോ. ചേച്ചി പറയരുത്. കൊണ്ടുപോകാൻ പറ്റത്തില്ല. കരയുണ്ട്. തിരിഞ്ഞു നോക്കട്ടെ. പൊക്കോ. ഓടോ. ഇപ്പൊ വരുന്നേ. അതിലേക്കൂടെ നമ്മൾ കാണുന്നേ. അതിലേക്കൂടെ കിടന്ന് കാണുന്നു. ഇവിടെ നല്ലതാവും. നല്ല വേള ഉറപ്പാ. ഇതിലേക്കൂടെ കയറ്റി വിടാം. ഇതിലേക്കൂടെ കയറാം. കൂട്ടുകാരി ആനയുടെ പുറകെ നിൽപ്പുണ്ട്. ഇത്തിരി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരി ആനയുടെ പുറകെ പാത്തിരിക്കും. ഇപ്പൊ വരും. അതിന്റെ വാവച്ച് വന്നിരുന്നു. കുറച്ചു നേരമായി. ആദ്യം തന്നെ ഇവള് വണ്ടി കൊണ്ട് എന്നെ ഇടിപ്പിച്ചു കേട്ടോ. നമുക്ക് വണ്ടി കയറിയിട്ട് സംസാരിക്കാം. ഇടിച്ചോ? ഞങ്ങളെ അടുത്ത് വരാറായപ്പോ പെട്ടെന്ന് കരച്ചിൽ വരുന്നു. അത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ എന്റെ ആവശ്യം. ബാ നമുക്ക് വണ്ടി കയറിയിട്ട് സംസാരിക്കാം. എല്ലാരും ഇവിടെ ഭയങ്കര സന്തോഷത്തിലും. എല്ലാരും ഇവിടെ അവിടെ കയറി പോകുമ്പോ എല്ലാരും വിഷമത്തിലും, ഇവിടെ വരുമ്പോ സങ്കടക്കണ്ണി അല്ല സന്തോഷക്കണ്ണി കേട്ടോ. വാ കൊറേ പേര് ഞങ്ങളെ കണ്ടു കേട്ടോ. അമ്മയുടെ ഒക്കെ ആർക്കും അറിയത്തില്ല. നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആർക്കും അറിയത്തില്ല. പക്ഷെ അമ്മയോട് നമ്മളൊരു കള്ളം പറഞ്ഞിട്ടാ വന്നത്. വീട്ടിൽ ഇന്ന് നമ്മളെ കാണാൻ ഒരു ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചിലപ്പോൾ നമ്മൾ വരുമ്പോഴേക്ക് വരുള്ളൂ. എല്ലാവരും എടുത്തു. അച്ഛനെയൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ നേരത്തെ വരണം, ചേച്ചി വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ നിൽക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിൽക്കുമായിരിക്കും, അടുത്ത ചേച്ചി നാട്ടിൽ വന്നിട്ട് നമ്മളെ കാണാൻ ഭയങ്കര ആഗ്രഹിച്ച് വന്നത്. അങ്ങനെ പറഞ്ഞു വെച്ചേക്കും. അതുകൊണ്ട് അമ്മ വരുമായിരിക്കും ഇപ്പോഴെങ്ങാനും. അമ്മ ഇടയ്ക്ക് വിളിച്ചിട്ട് ആമ ഉറങ്ങിപ്പോയി, ഇനി അവരിപ്പോഴെങ്ങനെ വരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലമ്മ, ചേച്ചിയോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. എടാ ഇതിലേ കൂടെ എങ്ങനെ നടക്കും? ഇവിടെ മെഡിക്കായല്ലേ? ഞാനോടത്ത് ഇവിടെ മെഡിക്കായി. ഞാനോടത്ത് മുടി മൊത്തം കിട്ടി. ഇവിടെ നന്നായി, ഭയങ്കര ഇവിടെ മുടി മൊത്തം പോയായിരുന്നു. ഇപ്പൊ ഈ അങ്ങനെ ഒന്നും വെട്ടിയല്ലേ. എനിക്കും വെട്ടണം. മെലിഞ്ഞ ഇരിക്കുന്ന പഴയാണ്. അതല്ല, മുടി വെട്ടിയതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ചന്ദ്ര ലാൻഡ് ചെയ്ത് ചന്ദ്രയായിട്ട് ഞങ്ങളിങ്ങനെ
1 മണിക്കൂറായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാ എനിക്ക് ഇങ്ങനെ തല ഇറങ്ങുന്നു, ഷുഗർ ആകുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുവാ. ടെൻഷൻ ആകുമ്പോഴേ എനിക്ക് ഇങ്ങനെ ആൻസൈറ്റി. അവിടെ 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 എനിക്ക് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ അടുക്കെന്ന് പറയും. ഇവള് കേറി പോയപ്പോ ഭയങ്കര വേറൊരു കനമായിരുന്നു. ഇപ്പൊ ഇത് വരുമ്പോ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളത് പെട്ടെന്നൊരു പൊട്ടി ഇങ്ങനെ ഇത് വരത്തില്ല. അത് അങ്ങനെ വന്നു പോകുന്നു. അതാണ് നമ്മൾ വിചാരിച്ച് വരണമെന്നില്ല. വേറെ പ്ലാനിങ് ഒക്കെ ഇട്ട് പറന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ എന്നാലും പറത മേടിക്കാൻ നമ്മളങ്ങനെ കേസ് ചെല്ലുമ്പോ എന്തേലും അല്ലേ ആമിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ആമി ചിലപ്പം റിയാക്ഷൻ അടിയായിരിക്കും. നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും 2.5 വയസ്സായി. വണ്ടിയുടെ ഹൈറ്റിലുള്ള പെട്ടിയും കൊണ്ടാ. നിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഇവിടെ പെട്ടി. അഭിലാഷേട്ടയും ചേച്ചിയും കൂടെ മെച്ചെടുത്ത പെട്ടിയാണ് അവയ്ക്ക്. ആണ് ഇവള് ഇവിടുന്ന് കൊണ്ടുപോയ പെട്ടി. ഇവളെ ഇവിടുന്ന് ആവുന്ന നമ്മള് പെട്ടി മേടിക്കാൻ നേരത്തെ ഇവള് അവിടെ പറഞ്ഞ നല്ല പെട്ടി മേടിച്ച ഇവള് കേട്ടില്ല. അയക്കണോ? വേണ്ട, അത് അതിന്റെ മണ്ടയ്ക്ക് വേണേ വെച്ചു കെട്ടിയ. വരുന്ന വഴിക്ക് 2 മറ്റേ ടിക്കറ്റ് കൊടുത്തിട്ടാണ്. അല്ലാണ്ട് അവിടെ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചാണ് അവരൊപ്പം എടുത്ത് ഇറങ്ങിയപ്പോഴേ അവളെ ഫുഡ് തുടങ്ങി കേട്ടോ. ഫുഡ് വേണം നാട്ടിലാണ്. നമ്മള് നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാ റെസ്റ്റോറന്റോ? വാ എന്തോ സാധനം വാ. ഞാൻ കപ്പ മേടിച്ചു, കോഴിക്കറി കേട്ടോ. അവർ രണ്ടുപേരും അപ്പം. അവള് നാട്ടിൽ വന്നിട്ട് അവളുടെ ആദ്യത്തെ ഫുഡാണേ. അവൾക്ക് അപ്പം മതി എന്നാ പറഞ്ഞു കേട്ടോ. അവളുടെ ഫേവറേറ്റ് അപ്പമാണോ? ഫേവറേറ്റ് അല്ലല്ലോ, ചോറ് വേണമെന്നാ പറഞ്ഞേ. ചോറ് ഇപ്പൊ ഈ സമയത്ത് മേടിച്ചു കൊടുക്കാൻ നമ്മൾ അരി വെച്ച് ഇവിടെ വെച്ച് വേവിക്കേണ്ട വരും. അതുകൊണ്ട് നമ്മൾ ഇതിലിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അത് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് വ്ളോഗ് അത് വീട്ടിലുള്ളവരുടെ റിയാക്ഷനും മാമിച്ചിന്റെ റിയാക്ഷനും കേട്ടോ. അതെ. അപ്പം അവർ ഉറങ്ങാതിരിക്കട്ടെ. ഇനിയിപ്പോ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. ഒത്തിരി വൈകാതെ നമുക്ക് അമ്മച്ചീനെ കള്ളം പറഞ്ഞ് നമുക്ക് ഒരു രക്ഷയില്ല, പിടിക്കും എങ്ങനെയല്ലോ. പക്ഷെ ഇപ്രാവശ്യം നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ ബിൽഡപ്പ് ചെയ്തോണ്ടേ ഇരിക്കുകയായിരുന്നു. അമ്മയെ ചേച്ചി വിളിച്ചോ, ഇപ്പൊ വരുമായിരിക്കും കേട്ടോ. ചിലപ്പോ മിസ് കോള് ഞങ്ങൾ കിടക്കുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാളെ കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ ചെയ്യൂ.